என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வாராமல் போனால் மலை மீது தீ குளிப்பேன். முதலா முடிவா அதை உன் கையில் கொடுத்து விட்டேன். உயிரே உயிரே வந்து என்னோடு கலைந்து விடு. உயிரே உயிரே என்னை உன்னோடு கலைந்து விடு. நினைவே நினைவே இந்த நெஞ்சோடு கலந்து விடு. പോരെ? ഓ നൈസ്. ഒരു തണുത്ത രാത്രി, ഒരു തണുത്ത രാത്രിയിലാണ് അനഘ EMനെ എനിക്ക് അക്ഷയ് പരിചയപ്പെടുത്തുന്നത്. ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഡീൽ ചെയ്തോളാം. ഒറ്റ കെട്ടിപ്പിടിക്കലും ഒറ്റ കരച്ചിലായിരുന്നു. അതോടുകൂടി ഞങ്ങൾ സെറ്റായി. ആ കരച്ചിലിൽ ഞങ്ങൾ റെഡിയായി. കുറെ നാൾ എന്റെ ഫോണില് കന്യാകുമാരി ഫോണിൽ ഇവളുടെ പേര് സേവ് ചെയ്ത് അങ്ങനെ ശിശുടി ഹഗ്ഗർ. എന്നെ നോക്ക്. പൂവിൽ കിനാവിൽ നിൻമുഖം വീണ്ടും വന്നിതാനേ. ഉൾച്ചിരാതിൽ നീ തൊടുമ്പോൾ വിണ്ണിലാക്കാലം പിന്നെയും തെളിയേ. പതിയെ ഇതാ തരുശാഖകൾ ഹരിതാഭമായി വിരിയേ. വരവായി ഇതാ പുതുയ തുണയോർമ്മകൾ ഇവളുടെ മാത്രമാണോ എടുക്കണേ? അരികെ. ഭയങ്കര കല്യാണ സാരി ഉടുത്ത് സ്വർണ്ണമൊന്നും ഇട്ട് എന്നെ അങ്ങനെ ഒരിക്കലും എൻ്റെ ചിന്തകളിൽ ഇവിടെ എനിക്ക് എന്നെ അങ്ങനെ സങ്കല്പിക്കാനേ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് പലരും കോളേജിലും അല്ലെങ്കിൽ ഇപ്പം നാട്ടിലും ഒക്കെ ഉള്ള പിള്ളേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളാകുമ്പോഴത്തേക്ക് പാരൻസ് കല്യാണം കഴിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഈ ഗോൾഡ് മേടിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ചിലവായിട്ട് കാണുന്നത്. എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. നമ്പൂരി വന്നിട്ട് എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തോ പറഞ്ഞ് ഒരു സാധനം എടുത്ത് വന്ന് കെട്ടി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്നതിനേക്കാളും നമുക്കൊരു നിയമവ്യവസ്ഥയെന്ന് ഒരു സാധനം തരുവാണ്. അത് വായിച്ച് അതിനകത്ത് എഴുതിയത് ശരിയാണെന്ന് ഉറപ്പുവരുത്തി അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കി സ്വന്തമായി ഒരു തീരുമാനം എടുക്കുന്നതും കുറേ ആൾക്കാർ ചുറ്റും നിന്ന് നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കുന്നതും ഡിഫറെൻ്റാണ്. അതൊരു കാരണമാണ്. ഞാൻ ചെറുപ്പത്തിലെ മുന്നേ തന്നെ പറയുമായിരുന്നു, അങ്ങനത്തെ ഒരു കല്യാണം എനിക്ക് പറ്റൂല എന്നുള്ളത്. അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ എങ്ങനെ എന്നുള്ളത് നമ്മൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് എത്തിയതാണ് രജിസ്റ്റർ മാരേജ്. സ്വന്തമായിട്ട് ഫോം ഫില്ല് ചെയ്ത് ഞാൻ ഓർത്തെടുക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അക്ഷയ് കുമാർ രമേശൻ എന്ന ഞാൻ. അനഘ ഇല്ലത്ത് മീത്തൽ എന്നവരെ എൻ്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. അനഘ ഇല്ലത്ത് മീത്തൽ എന്ന ഞാൻ അക്ഷയ് കുമാർ രമേശൻ എന്നവരെ എൻ്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ഇതൊരു സർപ്രൈസ് ആയിരുന്നു. മഴ
ലോകം ഒരു കാറ്റ് ശേഷം വണ്ടി എടുക്കാൻ പോയില്ലേ? അലിയുന്നു നിന്നിലെ ഒരു തുള്ളി ജീവനായി അടരാതിനി ചേർന്നിതാ നമ്മൾ പൂവിൽ കിനാവിൽ നിൻമുഖം വീണ്ടും വന്നിതാ നിറയെ ഉൾച്ചിരാതിൽ നീ തൊടുമ്പോൾ വെണ്ണിലാക്കാലം പിന്നെ പതിയെ ഇതാ തരുശാഖകൾ